അത്തായി നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഇന്റർവ്യൂ, അതിനകത്ത് ജാൻമണി നെവിനെ പറ്റി പറയുന്ന ഒരു സെക്ഷുവാലിറ്റി ഏതാണ് ഒരു ബിഗ് ബോസ് 7 കണ്ടസ്റ്റന്റ് നെവിന്റെ ഒരു സെക്ഷുവാലിറ്റി ഇന്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള തോമസിന്റെ അഭിപ്രായം എന്താ? അല്ല മറ്റേ ജാൻമണിയും അഭിഷേകും കൂടി ഇരുന്ന് ഒരു ആങ്കർ സംസാരിക്കുന്നതല്ലേ? ഓക്കെ ഓക്കെ. അല്ല ജാൻമണി ഞാൻ പറയട്ടെ, ഷീസ് എ ട്രാൻസ് പേഴ്സൺ ആൻഡ് ആ കമ്മ്യൂണിറ്റി ബിലോങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം അതിന് എലിജിബിൾ ആണെന്നുള്ളത് ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആളല്ല, അറ്റ്ലീസ്റ്റ് വിസിബിളി അങ്ങനെയല്ല. പക്ഷെ ഒരു അലൈ ആയിട്ടുള്ള ആളാണ്, കമ്മ്യൂണിറ്റിയിലുള്ള ക്യൂർ ആൾക്കാരുമായിട്ട് നിരന്തരം സംസർഗം ചെയ്യുന്ന ആളാണ്. അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനും സൊസൈറ്റിയിലുള്ള ആ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനും ആഗ്രഹിക്കുകയും അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമണി പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഓക്കെ അല്ല. കാരണം അഭിഷേക് അതിന്റെ പാരലായിട്ട് അവിടെ ഇരുന്ന് തന്നെ പുള്ളിക്കാരിയെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സട്ടിലായിട്ടാണ് അഭിഷേകത്തിൽ ലൗഡ് അല്ല എന്നുള്ളൂ. അഭിഷേക് അതിന്റെ കറക്റ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ജാൻമണി പറയരുത്, അല്ലെങ്കിൽ ജാൻമണി പറയുന്നത് തെറ്റാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആങ്കർ ഷീസ് നോട്ട് ക്യൂർ അഫർമേറ്റീവ്. അത് ഭയങ്കര ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ആങ്കർ അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇപ്പൊ ഞാൻ ഫീമെയിൽ ആയിട്ടാണെങ്കിലും എന്റെ ഉള്ളിൽ ഒരു മെയിൽ ആണെങ്കിലും അത് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇത് സൊസൈറ്റിയിൽ പൊതുവേ ഉള്ള ഒരു മിത്താണ്. കാരണം നമ്മൾ ഒരിക്കലും പറയുന്ന അത്ര എളുപ്പമല്ല ഇതൊന്നും ചെയ്യാന്ന് പറയാം. നമ്മളിപ്പോ അഭിഷേക് അതിനകത്ത് പറയുന്നുണ്ട്, വെൻ ഹി വാസ് റണ്ണിങ് എ ജിം, ഒരു ഫിറ്റ്നസ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിലായിരുന്നു പുള്ളിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ദ മൊമെന്റ് ഹി കെയിം ഔട്ട്, അല്ലെങ്കിൽ ഞാൻ ഹോമോസെക്ഷൽ ആണെന്ന് ലൗഡായിട്ട് പറഞ്ഞ നിമിഷം തൊട്ടാണ് പുള്ളിക്ക് ഹെയ്റ്റ് കമന്റ്സും ചുറ്റുമുള്ള സമൂഹത്തിന്റെയും ഫ്രണ്ട്സിന്റെയും എല്ലാം നൈബേഴ്സിന്റെ ഒക്കെ അടുത്തുനിന്നുള്ള ഫാമിലി പുള്ളിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ലല്ലോ. പക്ഷെ എല്ലായിടത്തുള്ള റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഹെയ്റ്റ് കമന്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട്, ഒരു മോബായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സംഭവം സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സോഷ്യൽ റിയാലിറ്റി നമ്മൾ മറക്കരുത്. ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറയാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അയാളുടെ ഡിസിഷനാണ്. കാരണം അയാളാണ് പിന്നെ നിരന്തരം സൊസൈറ്റീനെ ഒരു മോബ് എന്നുള്ള രീതിയിൽ നേരിടേണ്ടി വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ നിവിൻ, ജാൻമണി വളരെ ലൗഡാണ്. എനിക്ക് നിവിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ നിവിൻ ഹോമോസെക്ഷൽ ആണെന്ന് പറയേണ്ടതുണ്ട്. പക്ഷെ നിവിന്റെ പ്രസൻസ് അവിടെ ഇല്ല, നിവിന്റെ കൺസെന്റ് അവിടെ ഇല്ല, നിവിനല്ല അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നമ്മളൊരു സുഹൃത്ത് വലയത്തിലുള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ ഒരാളുടെ ജസ്റ്റേഴ്സ് കണ്ടിട്ടാണെങ്കിലും, ഫെമിനിൻ ആണെന്ന് ജസ്റ്റേഴ്സ് കണ്ടിട്ട് പലപ്പോഴും നമ്മൾ ഹോമോസെക്ഷൽ ആണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് മാത്രമല്ല, അത് അയാൾ ഒരു മോബിന് മുമ്പിൽ ഇട്ട് കൊടുക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സുഹൃത്ത് ഹോമോസെക്ഷൽ ആണ്, മൂന്നാമതൊരാളോട് പറയാൻ പോലും നമുക്ക് അവകാശമില്ല. ഒരാൾ കമൗട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് 100% അയാളുടെ മാത്രം ഡിസിഷനാണ്. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ആരും നമ്മൾ അയാളെ നിർബന്ധിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് നോട്ട് എ ഹീറോയിക് ആക്ട് എന്നുള്ള രീതിയിൽ അതിന് പറയേണ്ട കാര്യമില്ല. കാരണം സൊസൈറ്റിയുടെ 99.99% ആൾക്കാരും ക്യൂർ വിരുദ്ധരായിട്ടുള്ള ഈ സൊസൈറ്റിയിൽ നമ്മൾ അവരെ വെറുതെ ഒരു വയലൻസിലേക്ക്, അഗ്രഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരുടെ നോർമൽ കോഴ്സിൽ പോകുന്ന ജീവിതം, ബന്ധങ്ങൾ, അല്ലെങ്കിൽ കരിയർ പർസ്യൂട്ട് എല്ലാം അതോടുകൂടി പിന്നെ ഈ ഒരു മോബിന് ഡിഫെൻഡ് ചെയ്ത് നിന്ന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരികയാണ്. എനിക്ക് ജാൻമണി എന്തുകൊണ്ട് പറഞ്ഞതെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ല. കാരണം അവർ ചിലപ്പോൾ ഷീസ് മേക്കിംഗ് മണി അതിന്റെ ഒരു പ്രിവിലേജിലായിരിക്കും. നിങ്ങൾക്കുള്ള പ്രിവിലേജസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അഭിഷേക് അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആങ്കർ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് അവര്, കാരണം അവർ ഈ സൊസൈറ്റിയിൽ അവർക്ക് അതിന്റെ റിയാലിറ്റി അറിയത്തില്ല. നിങ്ങൾക്കിപ്പോ സ്ത്രീകൾ നിരന്തരം നേരിടുന്ന സെക്ഷൽ ഹാരാസ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പുരുഷന്മാർ പലപ്പോഴും ട്രിവിയലൈസ് ചെയ്ത് പറയാറുണ്ട്. കാരണം അവർക്ക് അതിന്റെ റിയാലിറ്റി അറിയത്തില്ല. സോ അതിന്റെ ഒരു 100 times ആണ് ക്യൂർ ആൾക്കാർ നേരിടുന്ന ഹരാസ്മെന്റ്, ത്രെട്ടുകളും, അല്ലെങ്കിൽ ലൈഫിൽ നേരിടേണ്ടി വരുന്ന ചലഞ്ചസും. അപ്പോൾ ഒരാളെ കമോട്ട് ചെയ്യിക്കുക എന്നുള്ളത്, ഇപ്പൊ ജാൻമണി പറഞ്ഞാൽ എനിക്കറിയാം, അത് തുറന്നു പറയണം, അങ്ങനെ ബോൾഡ് ആയിട്ട് ചെയ്യുന്നത്, ദർ ഇസ് നത്തിങ് ബോൾഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം ഈ കാതൽ എന്നുള്ള സിനിമയാണെങ്കിലും അതിന്റെ പൊളിറ്റിക്സ് ആണെങ്കിലും കുറച്ച് റോങ് ആണല്ലേ? കാതൽ സിനിമയെ പറ്റി ഞാൻ വന്നപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു. കാരണം അത് ഉദ്ദേശിച്ചിരുന്നത് ഒരു ക്യൂർ സപ്പോർട്ടീവ് ആയിട്ടുള്ള പടമാണെങ്കിലും അതൊരു ക്യൂർ പടമായിട്ട് പോയി. കാരണം അത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം അതിൽ വർക്ക് ചെയ്തത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ അതിന്റെ പൊളിറ്റിക്സ് മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഒരിക്കലും ആ വ്യക്തി തീരുമാനിച്ചിട്ടില്ല അയാൾക്ക് കമ്മൗട്ട് ചെയ്യണമെന്ന്. അയാളുടെ ഭാര്യ അനുഭവിച്ച ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അയാൾ ഭാര്യ അനുഭവിച്ചില്ല. 100 times സഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലോസറ്റഡ് ആയിട്ടുള്ള, സ്വന്തമായിട്ട് തന്നെ പുള്ളി മനസ്സിലായി, സ്വന്തമായിട്ട് തന്നെ പുള്ളി പഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിന്റെ അനുവാദം ഇല്ലാതെ ആ ക്യാരക്ടറിനെ കുറിച്ച് കമ്മൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂറായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അത് സിനിമയിൽ കാണുന്ന പോലെ ഒരിക്കലും നല്ല രീതിയിലായിരിക്കില്ല നമ്മുടെ നാട്ടുമ്പുറങ്ങളൊക്കെ റിസീവ് ചെയ്യപ്പെടുന്നത്. ഏത് നാട്ടുമ്പുറത്താണ് അത് നല്ല രീതിയിൽ റിസീവ് ചെയ്യപ്പെടുന്നത്? അത് സിനിമയെ മാത്രമേ അത് കാണിക്കത്തുള്ളൂ, വിച്ച് ഇസ് വെരി മിസ്ലീഡിങ്.
ഈ പൊളിറ്റിക്സ് ഒക്കെ കറക്റ്റായിട്ട് പറയാൻ. കാരണം ഇത് പലരെ സംബന്ധിച്ചോളം ഓരോ മിനിറ്റും ജീവിക്കുന്ന ജീവിതമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടങ്ങ് പോവുമായിരിക്കും, പക്ഷേ അവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടോ നിങ്ങളൊരു സുഹൃത്തിനെ കമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിയാലിറ്റി മാറി, ആ മൊമെന്റ് തൊട്ട് അവരുടെ റിയാലിറ്റി മാറി. സോ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. ഞാനും പെർഫെക്റ്റ് ആയിട്ടല്ല, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അതിനെക്കുറിച്ച്. ആ വ്യക്തി എന്ന് തീരുമാനിക്കുന്നു കമൗട്ട് ചെയ്യാൻ അല്ല, ആ വ്യക്തിക്ക് തോന്നുവാണ് കമൗട്ട് ചെയ്യണ്ടെന്ന് തോന്നിയാൽ പോലും ചെയ്യണ്ട, പുള്ളിക്ക് തീരുമാനം അല്ലെങ്കിൽ പുള്ളി ഇപ്പം അവരുടെ ഡിസിഷനാണ്. പലപ്പോഴും അവർ മാരേജസിലേക്ക് നിർബന്ധിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ലാവൻഡർ മാരേജിലേക്ക് അവരൊരു ക്രിമിനൽ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാരേജ് പ്രായത്തിൽ അവർക്ക് എന്തറിയാം, കല്യാണം കഴിച്ച ഓറിയന്റേഷൻ മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള 99% ആൾക്കാരും. അതുപോലെ തന്നെ അവർ വിചാരിക്കും ഓക്കെ മേ ബി സൊസൈറ്റിയിൽ കൂടുതൽ അക്സെപ്റ്റഡ് ആവാനല്ലേ ഞങ്ങൾ നിങ്ങളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. ആരെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു ഈസിയായ കാര്യമല്ല, അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു ബൈ ഡിഫോൾട്ട് സേഫ് സ്പേസ് ഉള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മറ്റേ ഉന്നതങ്ങളിൽ ഇരുന്നത് പറയാൻ ഭയങ്കര ഈസിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ എനിക്ക് അതിനെക്കുറിച്ച് നിവിനെക്കുറിച്ച് അങ്ങനെ കമന്റ് ചെയ്ത് വളരെ റോങ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും പലരുടെ ജസ്റ്റേഴ്സ് കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാൻമണി അങ്ങനെ എന്തോ ഒരു കമന്റ് കൂടെ വേറെ ആരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ പറയാൻ പറ്റില്ല. 100% ഫെമിനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അയാൾ ഹോമോസെക്ഷൽ ആവണമെന്നില്ല. അതേപോലെ 100% മസ്കുലിൻ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അയാൾ ഹോമോസെക്ഷൽ ആയിരിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാനുള്ള കാര്യമില്ല. അയാൾ പറയുമ്പോൾ അത് കേൾക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ആൻഡ് അതിലേക്ക് നിങ്ങൾക്ക് എന്തിന്റെ അവകാശമാണ്? അത് നിങ്ങളുടെ റോൾ എന്താണ് അതിനകത്ത്? അയാളുടെ പേഴ്സണൽ ഇന്റിമസി റിയലേറ്റഡ് കാര്യമല്ലേ? ഓക്കെ.